പെട്രോൾ ഡീസൽ വില വർധനവിന്റെ ഭാഗമായി സർക്കാരിന് ലഭിക്കുന്ന ഇന്ധന നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനം വേണ്ടെന്ന് വെക്കുമോ? അങ്ങനെ വേണ്ടെന്ന് വെക്കണമെന്ന് പറഞ്ഞ് സൈക്കിൾ ചവിട്ടി സമരം നടത്തിയ ആളാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അത് തന്നെയല്ലേ പ്രശ്നം? ഇവിടെ യഥാർത്ഥത്തിൽ UDFന്റെ നിലപാട് എന്താണ്? ഇന്നത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് എന്താണ്? ഇന്ധന വില വർദ്ധിക്കുമ്പോൾ അതിന്റെ ആഘാതം ജനങ്ങൾ കേൾക്കാതിരിക്കാൻ അതിലൂടെ ലഭിക്കുന്ന അധിക വരുമാനം സംസ്ഥാന ഗവൺമെന്റ് വേണ്ടെന്ന് വെക്കണം. 11 ദിവസം കൊണ്ട് ഏതാണ്ട് 8 രൂപ പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ച് ഏതാണ്ട് 1 ലിറ്ററിന് 2 രൂപ അധിക വരുമാനം സംസ്ഥാനത്തിന് ലഭിക്കുമ്പോൾ ആദ്യം തന്നെ അത് വേണ്ടെന്ന് വെക്കണ്ടേ? ശരി, അതിന് പറഞ്ഞ കാരണം എന്താ? ഞങ്ങൾ കണക്ക് നോക്കി. ശ്രീ പ്രേംകുമാർ, ഇതിലിപ്പോൾ യഥാർത്ഥത്തിൽ ഈ പുതിയൊരു സർക്കാർ വന്നു, ഒരു പ്രതിസന്ധി വന്നു. ഈ പ്രതിസന്ധി തുടങ്ങുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ്. ഫെബ്രുവരി ഒടുവിലാണല്ലോ യുദ്ധം തുടങ്ങുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പോലെ സാഹചര്യങ്ങൾ മാറി. ഇതൊക്കെ ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. എങ്കിൽ പോലും പുതുതായിട്ട് വരുന്നൊരു സർക്കാർ ഏറ്റവും ആദ്യം ജനപ്രിയമാകുന്ന നടപടികളൊന്നാണ് ഇന്ധനവില കുറച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അത് വേണ്ടെന്ന് ഒരു പുതിയ സർക്കാർ വിചാരിക്കുമോ? അതായത് എൻ്റെ ചോദ്യം, ഇപ്പോൾ UDF സർക്കാരിന് ഇത് കുറച്ച് കൊടുക്കേണ്ടതില്ല എന്ന് അവർ ആലോചിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വിലക്കയറ്റം നാട്ടിൽ രൂക്ഷമായിട്ടുള്ള പ്രശ്നമാണ്. 2 കാരണങ്ങളാണ് പ്രധാനമായും വിലക്കയറ്റത്തിന് കാരണമായിട്ടുള്ളത്. അതിലൊന്ന് പാചകവാതകത്തിൻ്റെ വിലയാണ്. 19 കിലോയുടെ സിലിണ്ടറിന് 1544 രൂപയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കകം വില വർധനവിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവാണ്. ഇതിൻ്റെ ഉത്തരവാദി ആരാണ്? ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇത്തരം കാര്യങ്ങളിൽ എന്തു ചെയ്യാൻ പറ്റും? കേരളത്തിലെ പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിച്ച അടിയന്തര പ്രമേയം അത് യാഥാർത്ഥ്യബോധമുള്ളതും ശരിയായതുമാണ് എന്ന് ഭാഗികമായിട്ടെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അംഗീകരിക്കുകയാണ്. അതിരൂക്ഷമായ വിലക്കയറ്റം എല്ലാ മേഖലയിലും ഉണ്ട്. ആ വിലക്കയറ്റത്തിന് പരിഹാരം കാണാനുള്ള എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ കേരളത്തിലെ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ടോ, ചുമതലയുണ്ടോ, ഉത്തരവാദിത്തമുണ്ടോ? അത് സാധ്യമാണോ? ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഏതാണ്ട് 8 രൂപ 1 ലിറ്റർ പെട്രോളിനും 1 ലിറ്റർ ഡീസലിനും വില വർദ്ധിച്ച ഈ കഴിഞ്ഞ 11 ദിവസത്തിനകം അതിൻ്റെ ഭാഗമായി മാത്രം ഓരോ ലിറ്ററിനും 2 രൂപ കേരളത്തിൻ്റെ ഖജനാവിലേക്ക് വരികയാണ്. ആ ഖജനാവിലേക്ക് ഞാൻ പറയുന്നത് അതിന് പ്രത്യേകമായ പഠനത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ വർദ്ധിച്ച ഈ 11 ദിവസം കൊണ്ട് വർദ്ധിച്ച ഏതാണ്ട് 8 രൂപയോളം വരുന്ന പെട്രോൾ ഡീസൽ വില വർധനവിന്റെ ഭാഗമായി ലഭിക്കുന്ന 2 രൂപ അത് കണക്കാക്കിയിട്ടല്ലല്ലോ ഇവിടെ ധവളപത്രം തയ്യാറാക്കാന്ന് തീരുമാനിച്ചത്. അത് കണക്കാക്കിയിട്ടല്ലല്ലോ ഈ പെട്രോളിനും ഡീസലിനും വില കൂടും, അതിന്റെ ഭാഗമായി ഓരോ ലിറ്ററിന് 2 രൂപ കിട്ടും എന്ന് കണക്കാക്കിയിട്ടല്ലല്ലോ KSRTCയിൽ സൗജന്യ യാത്ര കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. ആശാമാർക്ക് 3000 രൂപ കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. അതിനൊന്നും ധവളപത്രം വേണ്ട, അതിനൊന്നും സോഷ്യൽ ഇമ്പാക്റ്റ് പഠിക്കണ്ട, അതിനൊന്നും വേറെ യാതൊരു പ്രശ്നവുമില്ല. സംസ്ഥാന സർക്കാർ കടക്കണിയിലാണ് എന്ന് ഈ സന്ദർഭത്തിലും ഇവിടെ UDFന്റെ കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന പ്രതിനിധി പറയുന്ന അന്തരീക്ഷം അപ്പോഴും ഉണ്ട്. പക്ഷെ അതിനൊന്നും ഇത് ബാധകമല്ല. പക്ഷെ ഇത്ര രൂക്ഷമായ കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും ബാധിക്കുന്ന ഏറ്റവും സുപ്രധാനമായ പ്രശ്നത്തിൽ 11 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു 2 രൂപ, ആ അധികമായി ലഭിക്കുന്ന നികുതി, ഇന്ധന നികുതിയുടെ വരുമാനം ഞങ്ങളത് വേണ്ടെന്ന് വെക്കുന്നു എന്ന് പറയാനും ബാക്കിയുള്ള കാര്യം ധവളപത്രം വന്നിട്ട് പഠിക്കാമെന്ന് പറയാനും വേറെ കാര്യമാണ്. അത് നിങ്ങൾക്കുള്ള മറുപടി അപ്പം തരാമെന്ന് അങ്ങ് അടക്കം സഭയിൽ ഇരുന്ന് കേട്ടതാണല്ലോ. ധവളപത്രം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു. അത് ആ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കേണ്ടെന്ന് നിലവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുകയും ചെയ്തു. അതവിടെ നിൽക്കട്ടെ. ഈ ധവളപത്രമായിട്ട് ഇപ്പോഴത്തെ വിലവർധനയെ ആരും ബന്ധിപ്പിക്കുന്നില്ല. പക്ഷേ ഒരു പ്രശ്നം ശ്രീ പ്രേംകുമാർ, അങ്ങ് വിചാരിക്കുന്നത് ഈ ഇത്ര വലിയൊരു ജനവിധി കിട്ടി അധികാരത്തിൽ വന്ന ഒരു സർക്കാർ എന്താണ് ഇതിനകം തന്നെ ജനവിരുദ്ധമായെന്നാണോ, ജനാഭിമുഖ്യമുള്ള സർക്കാർ അല്ലെന്നാണോ, ഇവർ ഈ ആവശ്യത്തോട് മുഖം തിരിച്ചു നിൽക്കുന്നു എന്നാണോ, ഈ സമയം എടുക്കുന്നു എന്നർത്ഥം ഇവർക്കത് കൊടുക്കാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾ ആരോപിക്കുന്നതിന്റെ യുക്തി എന്താണ്? അല്ല, ഞാൻ പറയുന്നത് ഇവര് എന്ന് കൊടുക്കൂന്ന് പറയുന്നതിലെ യുക്തിയെ സംബന്ധിച്ചല്ല. അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ധവളപത്രം സംബന്ധിച്ചല്ലാന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതും എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞതും ധവളപത്രത്തെ സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ വരട്ടെ എന്നിട്ട് നോക്കാമെന്ന് തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതും എനിക്ക് മുമ്പ് സംസാരിച്ച അതായത് ഇന്ധനവില വർധന അതിൽ കൊടുക്കുന്ന ആശ്വാസം ധവളപത്രത്തിന് ശേഷം പറഞ്ഞോ മുഖ്യമന്ത്രി? ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ഈ വിഷയമാണല്ലോ ഇന്ന് ചർച്ച ചെയ്തത്. അതെ, കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഇന്ധന വില വർധന, ഗ്യാസ് വില വർധന,
അത് പരിഹരിക്കാൻ ഗവൺമെന്റ് ഈ പെട്രോൾ ഡീസൽ വില വർധനവിന്റെ ഭാഗമായി സർക്കാരിന് ലഭിക്കുന്ന ഇന്ധന നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനം വേണ്ടെന്ന് വെക്കുമോ? അങ്ങനെ വേണ്ടെന്ന് വെക്കണമെന്ന് പറഞ്ഞ് സൈക്കിൾ ചവിട്ടി സമരം നടത്തിയ ആളാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അത് തന്നെയല്ലേ പ്രശ്നം? അതല്ലേ സഭയിൽ ഉന്നയിച്ചത്? നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കൂ. അല്ലല്ല ശ്രീ പ്രേംകുമാർ, എന്റെ സംശയം അതല്ല. അപ്പൊ അതിന് മറുപടിയായി നിലവിലെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ പറഞ്ഞത് ഈ സ്ഥിതി സങ്കീർണമാവുകയാണ്, സ്ഥിതി വിലയിരുത്താൻ സമയം ആവശ്യമുണ്ട്, വില അടിക്കടി കയറുന്നത് നിരീക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ്. സമയം വേണമെന്നാണല്ലോ പറഞ്ഞത്. ധവളപത്രവും കൂടെ വന്നിട്ട് ധനസ്ഥിതി നോക്കിയിട്ട് വില കുറയ്ക്കാം, തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും പറഞ്ഞു. ഞങ്ങൾക്ക് ഈ കാര്യം പഠിക്കണം, സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തണം, മാത്രമല്ല ഞങ്ങൾക്ക് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കൊടുക്കാനുള്ള ബാധ്യത എല്ലാം കൊടുക്കണം. വിലക്കയറ്റത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അങ്ങനെ മാർക്കറ്റ് ഇന്റർവെൻഷൻ വേണം. ആ മാർക്കറ്റ് ഇന്റർവെൻഷൻ വേണമെങ്കിൽ സർക്കാരിന്റെ ധനസ്ഥിതി എന്താണെന്ന് അറിയണം. 3 കണക്റ്റഡാ, വേറെ കാര്യമേ അല്ല. അത് അങ്ങ് അതിനെ ചേർക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് 2 കോണ്ടക്സിലാണ് അദ്ദേഹം സംസാരിച്ചതാണ് മനസ്സിലാക്കുന്നത്. ഈ ധവളപത്രം വന്ന് സർക്കാരിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കുറച്ചു കൊടുക്കാം എന്ന് സർക്കാർ പറഞ്ഞായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അങ്ങ് പറഞ്ഞതിൽ പാതി ശരിയുണ്ട്. അതെങ്ങനെയാണ് ഇതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് മനസ്സിലാവണം, ഇത് ഏത് രൂപത്തിൽ ബാധിച്ചു എന്ന് മനസ്സിലാവണം, നാണ്യപ്പെരുപ്പ് എത്ര ബാധിച്ചു എന്ന് അറിയണം. അതൊക്കെ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്. അതിനെടുക്കുന്ന സമയം ആവശ്യമാണെന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് കടത്തിലാക്കി പോയി 3000 കോടി, അതിന്റെ കൃത്യമായ കണക്ക് പറഞ്ഞു, 2983 കോടി സിവിൽ സപ്ലൈസ് കൊടുക്കാൻ, ഇതൊക്കെ ആര് കൊടുക്കും, ഈ കട ആര് വീട്ടും എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ശരി, പക്ഷെ അപ്പോഴും ധവളപത്രം എന്ന് പറഞ്ഞാൽ അതിനൊരു ടൈം ഫ്രെയിമിലൊക്കെ ഉണ്ടെങ്കിൽ പോലും എപ്പോൾ വരുന്നുള്ള പൂർണ്ണമായ ചിത്രം നമുക്കില്ല. ധവളപത്രം വന്ന് അതൊക്കെ വായിച്ചു നോക്കി സർക്കാരിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കുറച്ചു കൊടുക്കാം എന്നൊരു നയം ഈ സർക്കാരിനുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അങ്ങ് അതിനെ വ്യാഖ്യാനിക്കാന്നാണ് ഞാൻ കരുതുന്നത്. വേണമെങ്കിൽ അല്ല, ആയിക്കോട്ടെ, ഞാനിനി അതിന്റെ ഒരു തർക്കത്തിലേക്ക് പോകുന്നില്ല. ഇപ്പൊ ഇവിടെ വിഷയം അതല്ലല്ലോ. ഞാൻ പറഞ്ഞ ഒരു കാര്യം, കേരളത്തിലെ ഗവൺമെന്റിന് 1 ലിറ്റർ ഡീസൽ വിൽക്കുമ്പോൾ 2 രൂപ 11 ദിവസം കൊണ്ട് അധികം കിട്ടുന്നു. ആ കിട്ടുന്ന പൈസ വേണ്ട എന്ന് വെക്കാൻ എന്താണ് പ്രശ്നം? ഓക്കെ, ഇതിലൊരു പ്രശ്നം ശ്രീ പ്രേംകുമാർ, ഇത് ന്യായമായ ചോദ്യമാണ്. പക്ഷെ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ ഈ 10 വർഷം കേരളം ഭരിച്ച CPM-ന് അല്ലെങ്കിൽ LDF-ന് ധാർമ്മികമായിട്ട് എത്ര അവകാശമുണ്ടെന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ നോക്കൂ, ഈ ഇന്ധനവിലയുടെ ചരിത്രം ഞാൻ 1947 തൊട്ടുള്ള ഇന്ധനവിലയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു. അതായത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ലിറ്ററിന് 25 പൈസയാണ് ഇന്ധനവില. അത് കുറച്ച് കാണണ്ട, അന്ന് 25 പൈസ വലിയ പൈസയായിരിക്കും. അല്ല, ഞാൻ പറയുന്നത് ഞാനും താങ്കളും തമ്മിലുള്ള ഡിബേറ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. അല്ലല്ല, CPM-ന്റെ അവകാശം അവിടെ നിൽക്കട്ടെ. അല്ലല്ല, എന്റെ ചോദ്യം അതല്ല ശ്രീ പ്രേംകുമാർ, ഇതൊന്ന് കേൾക്കൂ. നോക്കൂ, 2014 72 രൂപയാണ് ഇവിടെ ഇന്ധനവില, പെട്രോളിന്റെ വിലയാണ് എടുത്തത്. 2016 64 രൂപയാണ്. ഈ 64 രൂപയിൽ നിന്ന് 100 രൂപയിലേക്ക് എത്തുന്നത് എപ്പോഴാണ് നമുക്കറിയാലോ. ഇത് പടിപടിയായി ഉയർത്തുകയാണ്. ഇപ്പോൾ ഈ എണ്ണ കമ്പനികൾ കാണിച്ച ക്രൂരത പോലെയല്ല. ഇപ്പോഴത്തെ ക്രൂരത എന്താണ്? ഒറ്റയടിക്ക് 3 രൂപ 2 രൂപ 4 രൂപയൊക്കെ ചേർത്താണല്ലോ കൂട്ടുന്നത്. അന്ന് അങ്ങനെ ആയിരുന്നില്ല. 15 പൈസ 10 പൈസ 20 പൈസ, ഓർമ്മയില്ലേ? ഒരു 3-4 വർഷങ്ങൾക്കിടയിലെ കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ ഉയർത്തി അതായത് സ്ലോ പോയിസണിങ്, നമുക്ക് പോലും ഒരു വിഷയമല്ല എന്ന് അറിയുന്ന പോലെ അവസ്ഥ. കാരണം 99 രൂപയിൽ നിന്ന് 99.50 ആയിട്ടാണ്, 99.75 ആയിട്ടാണ് 100 രൂപ ആവുന്നത്. അപ്പോൾ 100 രൂപ ആകുമ്പോൾ പെട്ടെന്നൊരു ആഘാതമൊന്നും ആർക്കും അറിയുന്നില്ല. ഈ രൂപത്തിൽ മാറിയത് കേരളത്തിൽ പിണറായി സർക്കാർ, LDF സർക്കാർ ഭരിക്കുന്ന കാലത്താണ്. 10 വർഷത്തിനിടയിൽ 2 തവണയാണ് നിങ്ങൾ ഈ പറയുന്ന ആനുകൂല്യം കുറച്ചു കൊടുത്തത്. നിങ്ങൾക്ക് ഈ 10 വർഷം കൊണ്ട് LDF സർക്കാരിലേക്ക് വന്ന എന്താണ് പണം എത്രയാണ്? അതിന് ആനുപാതികമായിട്ടൊരു കുറച്ചു കൊടുക്കൽ LDF സർക്കാർ നടത്തിയിരുന്നോ? ഇന്ന് മുഖ്യമന്ത്രി പറയുന്നത് തന്നെ അർത്ഥസത്യമാണ്. അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിന് എഴുതി കൊടുത്തവർ തെറ്റിപ്പോയതായിരിക്കാം. അദ്ദേഹം പറയുന്നത് തന്നെ അങ്ങും കേട്ടല്ലോ, 1 തവണ കുറച്ചു എന്നാണ്. 1 തവണയല്ല, 2 ടേമിലായി 2 തവണ കുറച്ചിട്ടുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇവിടെ യഥാർത്ഥത്തിൽ UDF-ന്റെ നിലപാട് എന്താണ്? ഇന്നത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് എന്താണ്? ഇന്ധന വില വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ആഘാതം ജനങ്ങൾ കേൾക്കാതിരിക്കാൻ അതിലൂടെ ലഭിക്കുന്ന അധിക വരുമാനം സംസ്ഥാന ഗവൺമെന്റ് വേണ്ടെന്ന് വെക്കണം. ഇന്നും അതേ വാദം അദ്ദേഹം ഉന്നയിച്ചു. ഈ വാദം ഉന്നയിച്ച് അദ്ദേഹം സൈക്കിൾ ചവിട്ടി സമരം നടത്തി. അധികാരത്തിൽ വന്നാൽ തീരുമാനമെടുക്കാനുള്ള പവർ അവർക്കുണ്ടെങ്കിൽ, ഞാനിത് ഒരു മിനിറ്റ് ശ്രീ അയ്യപ്പദാസ്, ഞാനിത് ഒരു 2 വാചകം ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, എന്നിട്ട് താങ്കൾ ഇടപെട്ടോളൂ. താങ്കൾ പറയുമ്പോൾ മുഴുവനായി ഞാൻ ക്ഷമയോടുകൂടി കേട്ടു. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ പറഞ്ഞവർ അധികാരത്തിൽ വന്ന് 11 ദിവസം കൊണ്ട് ഏതാണ്ട് 8 രൂപ പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ച് ഏതാണ്ട് 1 ലിറ്ററിന് 2 രൂപ അധിക വരുമാനം സംസ്ഥാനത്തിന് ലഭിക്കുമ്പോൾ ആദ്യം തന്നെ അത് വേണ്ടെന്ന് വെക്കണ്ടേ? ശരി, അതിന് പറഞ്ഞ കാരണം എന്താ? ഞങ്ങൾ കണക്ക് നോക്കി, 1 കോടി ലിറ്റർ പെട്രോൾ ഡീസൽ അതിന് തൊട്ട് മുമ്പ് ഈ സെസ് ഏർപ്പെടുത്തുന്നതിന് മുമ്പുള്ളതിനേക്കാൾ കേരളത്തിൽ വിൽപ്പന കുറഞ്ഞു. ഓക്കെ,
അപ്പോ അത്രമാത്രം ഭീമമായ നഷ്ടം കേരളത്തിലെ ഖജനാവിനുണ്ടാകുന്നു. ശരി. മാഹിയിൽ നിന്ന്, കർണാടകയിൽ നിന്ന് ടാങ്കറുകൾ അവിടെ നിന്ന് ഫുൾ ടാങ്ക് അടിച്ച് കേരളത്തിലേക്ക് വരുന്നു. ഇവിടെ നിന്ന് എണ്ണ അടിക്കുന്നില്ല. ആ പ്രശ്നം ഇപ്പോഴും ഇല്ലേ? കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നയം അദ്ദേഹം പറഞ്ഞ കേരളത്തിലെ ജനങ്ങൾ UDF നൽകിയ മാൻഡേറ്റ് അതെല്ലാം നിലനിൽക്കുമ്പോ എന്തുകൊണ്ട് മുമ്പ് പറഞ്ഞ നിലപാടിൽ നിന്ന് കേരളത്തിലെ ഗവൺമെന്റ് പിന്നാക്കം പോയി? ശരി.